പുറത്ത് പോയി ബുക്ക് സ്റ്റാളിൽ പോയി ബുക്ക് അന്വേഷിച്ചു. ആ ബുക്ക് അവിടെ വന്നിട്ടില്ല, വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്ത് ശാരദ ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞ് ഈസ്റ്റ് കോട്ടിൽ പഴവങ്ങാടിയിൽ ഒരു ബുക്ക് സ്റ്റാളുണ്ട്, അവിടെയാണ് പോയത്. പിന്നെ അവിടെ നിന്ന് പോയി ഫലൂഡ കുടിച്ചു. ഫലൂഡ അല്ല, ഒരു ഷാർജ ഷേക്ക് സ്ട്രോബെറിയുടെ കുടിച്ചു. ജലദോഷമായിരുന്നു, പക്ഷേ ഞാൻ കുടിച്ചു. എനിക്ക് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കണം ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഴിച്ചു. സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാൻ വിചാരിച്ച് വാങ്ങിച്ചില്ല. ഇവിടെ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ട് വൈകിട്ട് ചായക്ക് കഴിക്കാൻ, പിന്നെ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ റംബൂട്ടാനും കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ച് ഒരു ഓട്ടോ ഓടിച്ച്, ഓട്ടോയിൽ അങ്ങോട്ട് പോയി ഓട്ടോയിൽ ഇങ്ങോട്ട് വന്നു. ഒരു ഓട്ടോ ഓടിച്ച് തിരിച്ചു വന്നു. ഇവിടെ റെസ്റ്റ് എടുക്കുന്നു. കുറച്ച് നേരം കിടന്നിട്ട് പോയി ചായയൊക്കെ ഇട്ട് അങ്ങ് വരും. ചായയൊക്കെ കുടിച്ചിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഫുൾ ടൈം നമുക്ക് പഠിക്കാം, അതാണ് നല്ലത്. എക്സാമിൻ്റെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞൊരു എക്സാമുണ്ട്, LSGI. അപ്പോൾ അതിൻ്റെ മെയിൻസിൻ്റെ ബുക്കിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞത് ഇതുവരെ അങ്ങനെ ഒരു ബുക്ക് വന്നിട്ടേ ഇല്ല, ഇറങ്ങിയിട്ടില്ല, ഉടനെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഞാൻ വിളിച്ച് നമ്പറുണ്ട് എൻ്റെ കയ്യിൽ, അവിടെ നിന്നാണ് ബുക്ക് വാങ്ങിക്കാറ്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചാൽ അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇപ്പോൾ അത് ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം ആ എക്സാം വരണത് തന്നെ നോട്ടിഫിക്കേഷൻ തന്നെ പറഞ്ഞാൽ ഈ വർഷം ഇപ്പോൾ ജൂലൈ ആയതേ ഉള്ളൂ സ്റ്റാർട്ടിങ്, ഫസ്റ്റ് വീക്ക്. ഇനി എക്സാം വരണത് തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത വർഷം എക്സാം ഉള്ളൂ. പ്രിലിംസും കഴിഞ്ഞ് മെയിൻസിനാണ്. മെയിൻസിൻ്റെ 2 പേപ്പർ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയി ചോദിച്ചത്. കാരണം എനിക്കിപ്പോഴേ പഠിച്ചാലേ അതൊക്കെ കിട്ടുള്ളൂ, പെട്ടെന്നൊന്നും തലയിൽ കയറില്ല. നന്നായിട്ട് പഠിക്കണം, അറിയാമല്ലോ, ഒന്നും അത് താല്പര്യമില്ല. അതിൻ്റെ കൂടെ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ കുറേ നല്ല ഡീപ്പായിട്ട് പഠിച്ചാലേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പോയി അന്വേഷിച്ചതാണ്. ഇന്ന് തന്നെ പോകണമായിരുന്നാന്ന് ചോദിച്ചാൽ ഇല്ല, ഒന്ന് പുറത്ത് പോകാൻ മനസ്സ് തോന്നിയുകൊണ്ട് അതിനും കൂടെ വേണ്ടിയിട്ട് ഇതും കൂടെ അങ്ങ് അന്വേഷിച്ചതേ ഉള്ളൂ. പക്ഷേ എത്തിയിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യയുടെ തന്നെ എനിക്ക് ഡിഗ്രി ലെവലിൻ്റെ ഒരു റാങ്ക് ഫയലുണ്ട്, 4 ബുക്കുള്ള ഒരു 5000 പേജെങ്കിലും വരും. അത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആദ്യം അത് പഠിക്കാം. അത് പഠിച്ച് തീരുമ്പോഴത്തേക്ക് പ്രിലിംസ് ഇങ്ങ് എത്തിക്കോളും. അപ്പോഴത്തേക്ക് മെയിൻസിനുള്ള ബുക്കും ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് അങ്ങനെ പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജോലി കിട്ടുമെന്നൊന്നും ഉറപ്പില്ല, ഒരുപാട് പ്ലാനുകളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. കിട്ടിയില്ലെങ്കിലും കഞ്ഞി കുടിച്ച് പോകാനുള്ള ഒരു വകയൊക്കെ ദൈവം സഹായിച്ച് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്നാലും ജോലി കിട്ടിയാൽ കുഴിമന്തി കഴിച്ച് കിടക്കുക, അതാണ് അവസ്ഥ, അതാണ് സാഹചര്യം. അതായത് നമുക്ക് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആവാം, മിഡിൽ ക്ലാസ്സിൽ നിന്ന് അപ്പർ മിഡിൽ ക്ലാസ്സിലോട്ട് പോവും, സാമ്പത്തികമായി ഉയരും. പിന്നെ ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും അവരെ പ്രോബ്ലമൊക്കെ കേട്ട് പരിഹരിക്കാനും ഒക്കെ പറ്റണ ഒരു എക്സാമാണ്, ഗസറ്റഡ് പോസ്റ്റിലുള്ള എക്സാമാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് പഠിക്കാമെന്നാണ് വിചാരിക്കണത്. ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. എന്തായാലും നോക്കാം, പഠിക്കാം, അത്രയേ ഉള്ളൂ. ഇന്നിന് പ്രത്യേകിച്ചൊന്നും വിശേഷങ്ങളില്ല. കുറച്ച് റംബൂട്ടാനും മാങ്ങയൊക്കെ കഴിക്കണ വിശേഷങ്ങൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാം.